Hello students, Kerala University 5th semester BA English Language and Literature പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പേപ്പറാണ് 20th Century മലയാളം ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ. ഈ പേപ്പറിനകത്ത് 4 മൊഡ്യൂൾസാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ പോയട്രിയാണ്. അപ്പോൾ പോയട്രിയുടെ സെക്ഷനിൽ ആദ്യത്തെ പോയമാണ് നോക്കുന്നത്, ദ ഹൗസ് വൈഫ് ബൈ ബാലാമണി അമ്മ. Before going to the poem, let's see who is ബാലാമണി അമ്മ. Nalapat Nalamani Amma is generally considered to be one of the earliest creative women writers in Malayalam. Her first poetic anthology Koopugai was published at the tender age of 21. Her thematic ambit is for the most part limited to a few themes that revolve around domestic life and Indian epics, and her perspective is largely traditional. Nevertheless, her total poetic output is fairly large, comprising collections titled Amma, കുടുംബിനി, സ്ത്രീ ഹൃദയം, പ്രഭാങ്കുരണം, സോപാനം, അമ്പലത്തിൽ, നിവേദ്യം ആൻഡ് others. Balamani Amma has been featured with many awards including the Saraswati Samman and the Ezhuthachan Puraskaram in 1995, the Padma Bhushan in 1987 and the Sahitya Akademi Award in 1965. So, Nalapat Balamani Amma was born in 1909 and died in 2004. She is a creative women writer in Malayalam. She began her poetic career at the age of 21 and the first published anthology is titled Koopugai. Her themes revolve around domestic life and Indian epics. And it is true that her perspective is traditional. She was awarded with Sahitya Akademi Award, Padma Bhushan, Ezhuthachan Puraskaram and Saraswati Samman. Let's read an introduction to the poem The Housewife. The Housewife is a version of the Malayalam poem titled Prapancham Marayunnu, literally The Universe Disappears, composed in 1934 and translated by the poet herself. It may not be the best of her works in terms of depth of ideas or novelty of perspective, but it has a structure that matches the theme. It is more evident in the original, which gives the readers a glimpse of her mastery of the poetic craft. നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ പോയം ദ ഹൗസ് വൈഫ്, അത് മലയാളം പോയം ആയിട്ടുള്ള പ്രപഞ്ചം മറയുന്നു എന്ന ഒരു മലയാളം പോയമായിട്ടുള്ള ആ ഒരു ടൈറ്റിലുള്ള പോയത്തിൻ്റെ ഒരു വേർഷനാണ്. ഓക്കെ, അപ്പം ഈ ശരിക്കും ദ ഹൗസ് വൈഫ് എന്ന് പറയുന്ന ആ ഒരു പോയം, അതിൻ്റെ മലയാളം കറക്റ്റ് മലയാളം എന്ന് പറയുന്നത് കുടുംബിനി എന്ന പോയമാണ്. ഇതൊരു വേർഷനാണ്. ഹൗസ് വൈഫ് എന്ന് പറയുന്നത് പ്രപഞ്ചം മറയുന്നു എന്ന് പറയുന്ന പോയത്തിൻ്റെ ഒരു വേർഷനാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയം കുടുംബിനി എന്ന പോയം ട്രാൻസ്ലേറ്റ് ചെയ്തത്, ദ ഹൗസ് വൈഫ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ പോയറ്റ് തന്നെയാണ്, ബാലാമണി അമ്മ തന്നെയാണ്. ദിസ് പർട്ടിക്കുലർ പോയം ബിലോങ്സ് ടു ഹർ ഏർലിയർ ഫേസ് ഓഫ് ഹർ കരിയർ. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം അവരുടെ ഒരു ബെസ്റ്റ് വർക്കാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ആ ഒരു ഐഡിയാസിൻ്റെ ഡെപ്ത് കൊണ്ടോ പേഴ്സ്പെക്റ്റീവിലുള്ളൊരു നോവൽറ്റി കൊണ്ടോ അത് വളരെ ഗ്രാൻഡാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ തീമുമായിട്ട് നല്ലതുപോലെ അത് ബ്ലെൻഡ് ചെയ്യുന്നു, മാച്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ ഒരു പോയറ്റിക് ക്രാഫ്റ്റിൻ്റെ ഒരു മാസ്റ്ററി കാണിക്കുന്ന ഒരു പോയം കൂടെയാണ്. കെ സച്ചിദാനന്ദൻ ഐഡൻറ്റിഫൈസ് 3 phases ഇൻ ഹർ പോയറ്റിക് കരിയർ. അവരുടെ ആ ഒരു കരിയറിന് 3 phases ആയിട്ടാണ് കെ സച്ചിദാനന്ദൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, അവരുടെ ഏർലി റൈറ്റിങ്സ് ഉൾപ്പെടുന്ന ആ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ വേൾഡിനെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും മദർ ചൈൽഡ് റിലേഷൻഷിപ്പ്, അമ്മ കുഞ്ഞ്, ആ ഒരു അവരുടെ ഒരു ബോണ്ട്, അപ്പോൾ അതിനകത്ത് വരുന്ന ഇമോഷൻസ്, ഇതിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് അവരുടെ ഏർലി റൈറ്റിങ്സ്. ഈ ടൈമിലുള്ള വർക്ക്സിന് ഒരു ഫസ്റ്റ് ഫേസ് ആയിട്ട് അദ്ദേഹം പറയുന്നു. And Sachidanandan says that in the second phase, the poet explores the relationship between man and society. രണ്ടാമത്തെ ഫേസിൽ ആവുമ്പോഴേക്കും മനുഷ്യനും അവൻ്റെ സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പോയറ്റ് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു സച്ചിദാനന്ദൻ, the third phase is a synthesis where the individual merges with the community. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലും കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് മെർജ് ചെയ്യുന്ന, അപ്പോൾ ആ ഒരു തീമിൽ വരുന്ന കവിതകളാണ് ബാലാമണി അമ്മ കൂടുതലും എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയാണ് സച്ചിദാനന്ദൻ അവരുടെ പോയറ്റിക് കരിയറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ദ ഹൗസ് വൈഫ് ആ ഒരു പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ഇയർ 1934. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏകദേശം ആ ഒരു ഫസ്റ്റ് ഫേസിൽ വരുന്നൊരു പോയമാണ്. നമുക്കിനി പോയത്തിലേക്ക് പോകാം, വായിച്ചു നോക്കാം. ദ ഹൗസ് വൈഫ് ബൈ ബാലാമണിയമ്മ. When I hasten homewards after the morning bath in the river, my path resounds with the song of them that soar in the sky. They flutter before me, the green flags unfurled by those who people the nether regions, and around me dance the butterflies, swinging their multicolored robes. This world, richly adorned, invites me to a glimpse of its magnificent carnival. But my eyes are drunk with the beauty of my home, laburnum garlanded by the all-beholding sun. When I hurry to my beloved, having quickly gone through the housewire, the sun shines more and more in the unclouded heart of sky. The hidden emotions of darkest depths emerge as burning sighs, and gold mohair shrubs, their faces marked with the auspicious saffron beaming with joy, stand by in silence. The world transforms into a mirror held before me, but I am charmed into gazing at my own feelings reflected in the eyes of my beloved. When I rush to my children playing in the courtyard, the sky becomes suffused by their milky smile, changed into moonlight. The ripples in the river echo their pattering footsteps, and all the neighboring homes are lit up by their untainted grace. The world turns into a fairyland wafted out of their enchanting cells, and my soul is merged in their flower-like forms. ഇതൊരു വളരെ ചെറിയ പോയമാണ്, ജസ്റ്റ് 3 സ്റ്റാൻസാസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ദ പോം ബിഗിൻസ് ബൈ റെഫറിങ് ടു ദ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ദ പോയറ്റ്സ് ലാൻഡ്. ആ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കവയത്രിയുടെ അല്ലെങ്കിൽ ആ പോയറ്റിൻ്റെ പ്രകൃതി അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ ഒരു ചുറ്റുപാട് ലാൻഡ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ പല കാര്യങ്ങൾ ഓർമ്മിക്കുന്നതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. രാവിലെ റിവറിലെ കുളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചുറ്റും നടക്കുന്ന ആ പ്രകൃതിയിൽ കാണുന്ന പല കാര്യങ്ങളും അവർ കാണുകയും കേൾക്കുകയും അത് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചുറ്റുപാടും കാണുന്നത്? ഓക്കെ, when I hasten homewards after the morning bath in the river, my path resounds with the song of them that soar in the sky. ആകാശത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പാട്ടുകൾ അവരുടെ ഉള്ളിലും അല്ലെങ്കിൽ ആ വഴിയിലൂടെയും അത് എക്കോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് പാടുന്നത് ഒന്നുകിൽ അവിടെ ഏതെങ്കിലും പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകരായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പക്ഷികളുടെ പാട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ബേർഡ്സിൻ്റെ ആ പാട്ടായിരിക്കാം. എന്തായാലും ചില പാട്ടുകൾ പ്രകൃതിയിൽ ഉടനീളം ആ സ്കൈയിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. There flutter before me the green flags unfold by those who people the nether regions. അവിടെ ഗ്രീൻ ഫ്ലാഗ്സ് അവൾ കാണുന്നുണ്ട്, ചിറക് വിരിച്ച് നിൽക്കുന്നത് പോലെ പടർന്നു നിൽക്കുന്ന ഗ്രീൻ ഫ്ലാഗ്സ്. അപ്പോൾ അത് ഒന്നുകിൽ അവിടെയുള്ള മരങ്ങളായിരിക്കാം, മരങ്ങളുടെ ശിഖരങ്ങളായിരിക്കാം, പച്ച നിറത്തിൽ വിരിച്ച് നിൽക്കുന്ന ശിഖരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ആളുകൾ ഉയർത്തിക്കിട്ടിയ ഏതെങ്കിലും കൊടിയായിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് രണ്ടും അവിടെ വിചാരിക്കാം. എങ്കിലും ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ഏറ്റവും മാച്ചായിട്ട് ഫീൽ ചെയ്യുന്നത് മരങ്ങളായിരിക്കാം. ഓക്കെ, പച്ച വിരിച്ച ആ ഒരു സ്ഥലം. ആൻഡ് അറൗണ്ട് മീ ഡാൻസ് ദ ബട്ടർഫ്ലൈസ് സ്വിങ്ങിങ് ദെയർ മൾട്ടി കളർ റോബ്സ്. ഓക്കെ, ചുറ്റുപാടും കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബട്ടർഫ്ലൈസ് വളരെ മൾട്ടി കളേർഡായിട്ടുള്ള വിങ്സുള്ള റോബ് പോലെ വിങ്സുള്ള ബട്ടർഫ്ലൈസ് അവിടെ ഇങ്ങനെ പാറിപ്പറ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദിസ് വേൾഡ് റിച്ച്ലി അഡോൺഡ് ഇൻവൈറ്റ്സ് മീ ടു എ ഗ്ലിംസ് ഓഫ് ഹിസ് മാഗ്നിഫിഷ്യൻറ്റ് കാർണിവൽ. ഒരു കാർണിവൽ പോലെ, ഒരു ഫെസ്റ്റിവൽ പോലെ അത്രയും മാഗ്നിഫിഷ്യൻ്റായ ഒരു നേച്ചറിനെയാണ് അവളുടെ ചുറ്റുപാടും കാണുന്നത്. വളരെ റിച്ച്ലി അഡോൺഡ് ആണ്, ഡെക്കറേറ്റഡ് ആണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒന്ന് ആസ്വദിക്കാനായിട്ട് ആ പ്രകൃതി അവളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ അവസ്ഥ എന്താണ്? ബട്ട് മൈൻ ഐസ് ആർ ഡ്രങ്ക് വിത്ത് ദ ബ്യൂട്ടി ഓഫ് മൈ ഹോം, ലേബർണം ഗാർലൻഡഡ് ബൈ ദ ഓൾ ബിഹോൾഡിങ്സ് ആണ്. എന്നാൽ അവളുടെ കണ്ണുകൾ ആഗ്രഹിക്കുന്നത് എന്ത് കാണാനാണ്? ദ ബ്യൂട്ടി ഓഫ് മൈ ഹോം. ആ ഹോം എങ്ങനെയാണ്? ലാബർണം ഗാർലൻഡഡ്. ഓക്കെ, അതായത് കണിക്കൊന്നകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന. അപ്പോൾ ചുറ്റുപാടും ഒന്നുകിൽ ഒരു
വീടിൻ്റെ മുന്നിലായിട്ട് കണിക്കൊന്ന മരമുണ്ടാകും, അത് പൂത്തിരിഞ്ഞ് കിടക്കുന്നൊരു സമയമായിരിക്കും. അങ്ങനെ ആ ഒരു വീട് കണിക്കൊന്ന കൊണ്ട് അലങ്കരിച്ചതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കണിക്കൊന്നുകൊണ്ട് അലങ്കരിച്ചതുപോലെയുള്ള ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മാല പോലെ തൂക്കിയിട്ടൊക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു വീട്, അതിൻ്റെ ഒരു സൗന്ദര്യം അത് ആസ്വദിക്കാനായിട്ട് അവളുടെ കണ്ണുകൾ ആഗ്രഹിക്കുന്നു. ആ ചുറ്റുപാടും ഒരുപാട് കാഴ്ചകളുണ്ടെങ്കിലും അതിലൊന്നും അവളുടെ മനസ്സ് ഉടക്കുന്നില്ല. സോ ഈ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ഒരു വളരെ വിശാലമായൊരു ലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തരുന്നു. ആ കവയത്രിയുടെ അല്ലെങ്കിൽ ആ പോയറ്റേഴ്സിൻ്റെ ചുറ്റുപാടും അവളായിരിക്കുന്ന ആ ഒരു നാട്, ആ ഒരു ലാൻഡ് എങ്ങനെയാണ്, വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുള്ള, ഒരുപാട് കാണാനും കേൾക്കാനുമുള്ളൊരു വലിയ ലോകം അവൾക്ക് ചുറ്റും ഉണ്ട്. എന്നാൽ സെക്കൻഡ് സ്റ്റാൻസിലോട്ട് പോകുമ്പോഴേക്കും എന്താണ് പറയുന്നത് നോക്കാം. When I hurried to my beloved, have quickly gone through the housework, the sun shines more and more in the unclouded heart of sky. ഓക്കെ, അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, വേഗം ജോലികളൊക്കെ തീർക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നു, വേഗം തൻ്റെ ബിലവഡിനടുത്തേക്ക് വേഗം പോകുന്നു. അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ പ്രകൃതി എങ്ങനെയാണ്, ദ സൺ ഷൈൻസ് മോർ ആൻഡ് മോർ ഇൻ ദ അൺക്ലൗഡഡ് ഹാർട്ട് ഓഫ് സ്കൈ. പ്രകൃതി അപ്പോഴും അല്ലെങ്കിൽ ആ സമയത്തും സൂര്യൻ നല്ലപോലെ പ്രകാശിച്ചിരിക്കുകയാണ്. The hidden emotions of darkest depths emerge as burning sighs, and gold mohair shrubs, their faces marked with the auspicious saffron, beaming with joy, stand by in silence. ആ സമയത്തും അവളുടെ ചുറ്റുപാടും പ്രകൃതിയിലും ഒരുപാട് കാര്യങ്ങൾ, വളരെ ഭംഗിയുള്ള കാര്യങ്ങളും കേൾക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ള പാട്ടുകളും ഒക്കെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ അതൊന്നും അവളുടെ കണ്ണിൽ മുന്നിൽ വരികയോ അവളുടെ മനസ്സിലേക്ക് അത് കയറുകയോ ചെയ്യുന്നില്ല. അത് പലതും സൈലൻ്റായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾ മോഹർ ഷ്രബ്സ്, അതായത് ഗുൽമോഹർ ചെടികൾ, ഒരു സാഫ്രൺ കളറിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചെടി, അതൊക്കെ അവളുടെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ പരിസരത്ത് അതെല്ലാം സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ചില ഹിഡൻ ഇമോഷൻസ്, വളരെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില ഇമോഷൻസ്, അതൊരു ബേണിങ് സൈറ്റ് ആയിട്ട് അവളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് പാഷനുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഒരു ആയിട്ടത് പുറത്തേക്ക് എമർജ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ദ വേൾഡ് ട്രാൻസ്ഫോംസ് ഇൻ ടു എ മിറർ ഹെൽഡ് ബിഫോർ മീ, ബട്ട് ഐ എം ചാംഡ് ഇൻ ടു ഗേസിങ് അറ്റ് മൈ ഓൺ ഫീലിങ്സ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഐസ് ഓഫ് മൈ ബിലവഡ്. അവിടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, അവളുടെ പ്രകൃതി കാണാനായിട്ട് അവൾക്ക് സമയമില്ല. പക്ഷെ അവൾ ആ ലോകം മുഴുവനും ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ ഒരു ചെറിയൊരു ഇമേജ് മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണ്. ഓക്കെ, അതെങ്ങനെയാണ് അവൾ ആസ്വദിക്കുന്നത്? അവളുടെ ഫീലിങ്സും അവളുടെ ലോകവും എല്ലാം തന്നെ അവളുടെ ബിലവഡിൻ്റെ കണ്ണുകളിൽ മാത്രമാണ് അവൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. അതായത് അവളുടെ ചുറ്റുപാട് നടക്കുന്ന കാഴ്ചകൾ കണ്ണു തുറന്ന് കാണാനായിട്ടുള്ള സമയമോ സാഹചര്യമോ അവൾക്കില്ല. ഇതെല്ലാം തന്നെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വേണ്ടപ്പെട്ട ആരുടെയോ ചിലരുടെ കണ്ണുകളിൽ മാത്രം റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ ഒരു മിറർ പോലെ അവിടെ മാത്രമാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ തേർഡ് സ്റ്റാൻസ. When I rush to my children playing in the courtyard, the sky becomes suffused by their milky smile changed into moonlight. ഇനി അവൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. അവർ കോർട്ട്യാർഡിൽ കളിക്കുന്നു, കുട്ടികൾ കോർട്ട്യാർഡിൽ കളിക്കുന്നുണ്ട്. ആ സമയത്തും അവൾ കുഞ്ഞുങ്ങളെയും കാണുന്നുണ്ട്, അവർക്ക് ചുറ്റും ഒരു പ്രകൃതിയുമുണ്ട്. പക്ഷേ അവൾ അതിനെല്ലാം തന്നെ കണക്ട് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ട് മാത്രമാണ് അവളതിന് ഉൾക്കൊള്ളുന്നത്. ആ കുഞ്ഞുങ്ങളുടെ മിൽക്കി സ്മൈൽ അത് എന്തായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അവളുടെ ചുറ്റുപാടുമുള്ള ആ ഒരു വലിയ സ്കൈ, ആ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സ്കൈ എന്ന് പറയുന്നത്. അത് അവൾ കാണുന്നത് കുഞ്ഞുങ്ങളുടെ ചിരിയിലാണ്. സഫ്യൂസ്ഡ് ബൈ ദർ മിൽക്കി സ്മൈൽ ചേഞ്ച്ഡ് ഇൻ ടു മൂൺ ലൈറ്റ്. അവളുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷവും അവളുടെ സങ്കടങ്ങളും എല്ലാം പ്രകൃതിയുമായിട്ട്, അല്ലെങ്കിൽ അവൾ പ്രകൃതിയെ നേരിട്ട് എൻജോയ് ചെയ്യാതെ കുഞ്ഞുങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ കളിച്ചിരിയിലൂടെ മാത്രം അത് ആസ്വദിക്കുന്നു. എല്ലാം കണക്ട് ചെയ്ത് മാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ ദ റിപ്പിൾസ് ഇൻ ദ റിവർ എക്കോ ദർ പാറ്ററിങ് ഫുഡ് സ്റ്റെപ്സ്. ഓക്കെ, അവൾ അരുവിയിൽ കേൾക്കുന്ന ആ ഒരു ചെറിയ ചെറിയ ഓളങ്ങൾ, അതൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ആ ഒരു പാറ്ററിങ് ഫുഡ് സ്റ്റെപ്സ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. അവർ നടക്കുമ്പോൾ ഉള്ളൊരു ചെറിയ ശബ്ദം, അതൊക്കെ തന്നെ ആ റിവറിൻ്റെ റിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഓൾ ദി നെയ്ബറിംഗ് ഹോംസ് ആർ ലിറ്റ് അപ്പ് ബൈ ദർ അൺചെയിൻറ്റഡ് ഗ്രേസ്. ദ വേൾഡ് ടേൺസ് ഇൻ ടു എ ഫെയറി ലാൻഡ് വാഫ്റ്റഡ് ഔട്ട് ഓഫ് ദർ എൻചാൻറ്റിങ് സെൽസ്. അപ്പോൾ അവളുടെ ചുറ്റുപാടും ഒരു വലിയ ലോകമുണ്ടെങ്കിലും അത് അവളുടെ അടുത്തേക്ക് ഒരു ഫെയറി ലാൻഡ് പോലെ അവൾക്കത് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അവൾക്ക് ഉള്ളതായിട്ടല്ല, അത് വേറെ എന്തോ ഒന്ന്, അല്ലെങ്കിൽ അവളുടെ അത് നമുക്ക് ഡയറക്റ്റ് അതിനെ ആസ്വദിക്കാനോ എൻജോയ് ചെയ്യാനോ സാധിക്കാതെ ഒരു ഫെയറി ലാൻഡ് പോലെ അവൾക്കത് മാറി ഫീൽ ചെയ്യുന്നു. ആൻഡ് മൈ സോൾ ഈസ് മേഴ്സ്ഡ് ഇൻ ദർ ഫ്ലവർ ലൈഫ് ഫോംസ്. അവളുടെ ലോകം എന്ന് പറയുന്നത്
തൻ്റെ ബിലവഡിലും കുഞ്ഞുങ്ങളിലും തൻ്റെ വീട്ടിലും മാത്രമായിട്ട് ഒതുങ്ങുന്നു. ബാക്കി വിശാലമായൊരു വലിയൊരു ഏരിയ തനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് പുറത്തുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ഫെയറി ലാൻഡ് പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നു. സോ നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഒരു ചെറിയ സമ്മറി ഉണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കാം. The first stanza gives a graphic picture of the world around her. It is fairly vast because there is a mention of the river, the path, the sky, the sun, the birds, the trees, the people, the butterflies, and the laburnum garland house of the female protagonist. ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് പറയുന്നത് ഒരു വളരെ വിശാലമായൊരു ലോകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ പ്രൊട്ടാഗണിസ്റ്റിന് ചുറ്റും കാണുന്ന, അവൾക്ക് ചുറ്റുമുള്ള, അതായത് ഏതൊരു സ്ത്രീയുമാകാം. ഓക്കെ, അവിടെ നമുക്ക് പോയിട്ട് മാത്രമാവണമെന്നില്ല, ഏതൊരു സ്ത്രീയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ആ ഒരു സ്ത്രീക്ക് ചുറ്റും ഒരു വലിയ ലോകമുണ്ട്. ഓക്കെ, എന്തെല്ലാം ഉണ്ട്? റിവറുണ്ട്, നടന്നു വരുന്ന വഴി പറയുന്നുണ്ട്, സ്കൈ, വിശാലമായ സ്കൈ ഉണ്ട്, സൺ, ബേർഡ്സ്, ട്രീസ് എല്ലാം തന്നെയുണ്ട്. ഓക്കെ, വളരെ വിശാലമായിട്ട് കാഴ്ചകൾ കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാഴ്ചകളും ഫസ്റ്റ് ആ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പലതും പറയുന്നുണ്ട്. എന്നാൽ ഇൻ ദ സെക്കൻഡ്, ദിസ് വേൾഡ് ഷ്രിങ്ക്സ് വെൻ ഷീ ഈസ് ഇൻ ദ കമ്പനി ഓഫ് ഹർ ബിലവഡ് and it gets transformed into a mirror. Only the sun, the sky and the gold mohair shrubs are mentioned. എന്നാൽ സെക്കൻഡ് സ്റ്റാൻസ എത്തുമ്പോഴേക്കും ഇത്ര വിശാലമായ പിക്ചറൊന്നും പറയുന്നില്ല. ആ സമയത്തും പ്രകൃതി ഇതുപോലെ വിശാലമാണ്, എന്നാൽ അവളുടെ കണ്ണിനകത്ത് ഇത്രയും കാര്യങ്ങളൊന്നും അകപ്പെടുന്നില്ല. ഓക്കെ, ഒരു വിവാഹത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോഴേക്കും, പിന്നെ ആ ഒരു ബിലവഡ് ഉണ്ടായി കഴിയുമ്പോഴേക്കും പിന്നെ അവളുടെ ലോകം കുറച്ചുകൂടെ ചുരുങ്ങുകയാണ്. അവൾ പിന്നെ കാണുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പ്രകൃതിയിൽ നിന്നും. ഇവിടെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അവിടെ സൺ, സ്കൈ, ഗോൾഡ് മോഹർ, ഇത്രയും നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, ആ ലോകം മുഴുവനും ഒരു മിറർ പോലെ ഷ്രിങ്ക് ചെയ്യുന്നു. ഓക്കെ, ലോകം ഒരു ചെറിയൊരു മിറർ പോലെ അവൾക്ക് കാണപ്പെടുന്നുണ്ട്. ദെൻ ഇൻ ദ തേർഡ്, ദ വേൾഡ് ഈസ് നോ ലോങ്ങർ ഫിസിക്കലി പ്രസൻറ്റ് ഓർ വിസിബിൾ. ഇറ്റ് ഗെറ്റ്സ് പുഷ്ഡ് ടു ദ പെരിഫറി and enters her consciousness only through association of ideas. The milky smile of her children reflects the moonlit sky, and their pattering footsteps are echoed by the ripples in the river. തേർഡ് സ്റ്റാൻസ് എത്തുമ്പോഴേക്കും അവിടെ ലോകം, ആ പ്രപഞ്ചം മുഴുവനായിട്ട് മറയുന്നു. ഓക്കെ, പിന്നെ അവളുടെ ലോകം എന്ന് പറയുന്നത് അവളുടെ കുഞ്ഞുങ്ങളും അവളുടെ ബിലവഡ് മാത്രമാണ്. ചുറ്റുപാട് നടക്കുന്നതെല്ലാം പെരിഫറിയാണ്. ഓക്കെ, ആ ലോകം, ആ ഒരു പ്രപഞ്ചം അവളുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ കളിച്ചിരികളുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. അതിന് എക്സാമ്പിളായിട്ടാണ് പറയുന്നത് ദ മിൽക്കി സ്മൈൽ ഓഫ് എ ചിൽഡ്രൻ റിഫ്ലക്ട്സ് ദ മൂൺലിറ്റ് സ്കൈ. അതുപോലെ തന്നെ ആ പാറ്ററിങ് ഫുഡ് സ്റ്റെപ്സ്, ആ റിപ്പിൾസ്, റിവറിലെ റിപ്പിൾസ് എക്കോ ചെയ്യുന്ന അവരുടെ പാറ്ററിങ് സൗണ്ട്. ഓക്കെ, ഇൻ ദ തേർഡ് സ്റ്റാൻസ ഓഫ് ദ മലയാളം വേർഷൻ, ദ പ്രൊട്ടഗണിസ്റ്റ് ഈസ് സോ ഇമേഴ്സ്ഡ് ഇൻ ഹെർ ഡൊമസ്റ്റിക് ജോയ്സ് ഓഫ് കോൺജുഗൽ ആൻഡ് മെറ്റേണൽ പ്ലഷേഴ്സ് ദാറ്റ് the outer world disappears altogether, which gives the poem its title Prabanjam Marayunu. Seems to be about all is right with the world and I am in my heaven. ആ തേർഡ് സ്റ്റാൻസ ആകുമ്പോഴേക്കും അവളുടെ പ്രപഞ്ചം മുഴുവനായിട്ടും ഇല്ലാതാകുന്നു. അത് അവളുടെ വീടിനകത്തും ആ ഒരു കോൺജുഗൽ റിലേഷൻഷിപ്പിനകത്തും അവരുടെ ഒരു മെറ്റേണൽ പ്ലഷേഴ്സിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. ചുറ്റുപാടും കാണുന്ന ആ ഒരു ഔട്ടർ വേൾഡ് ടോട്ടലായിട്ടത് ഡിസപ്പിയർ ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രപഞ്ചം അറിയുന്ന ഒരു ടൈറ്റിൽ അവിടെ പൂർണ്ണമാകുകയാണ്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അവരുടെ ലൈഫിലുണ്ടാകുന്നൊരു ട്രാൻസിഷനെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നൊരു പോയമാണ്. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത്, കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരുടെ കളിച്ചിരികളും അല്ലെങ്കിൽ അവരുടെ ലോകം എന്ന് പറയുന്നത് പ്രകൃതിയായിരിക്കും. എന്നാലും മുതിർന്ന് കഴിയുമ്പോഴേക്കും, ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോഴേക്കും, പിന്നെ കുഞ്ഞുങ്ങളാകുമ്പോഴേക്കും, വീട്ടിലെ ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ജോലികളും ആകുമ്പോഴേക്കും അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെ മാറി വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബാലാമണിയമ്മ ഈ ഒരു പോയത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം തന്നെ നമുക്ക് ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ഹാപ്പിയാണ്. ഓക്കെ, ഈ ഒരു 3 സ്റ്റാൻസ് എടുക്കുന്ന സമയത്തും ആ ഒരു ലോകം മുഴുവനായിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ ബിലവഡിൽ മാത്രം ഒതുങ്ങുമ്പോഴും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന സമയത്തും എല്ലാം അതിൽ ആയിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അവൾ ഹാപ്പി ആയിരിക്കുന്നു. ഓക്കെ, അവളത് എൻജോയ് ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള വേറെ ഒന്നും കാണുന്നില്ലെങ്കിലും അതിൽ വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട്, ഒരുപാട് നഷ്ടങ്ങളാണെങ്കിലും അതിലും അത് സഫർ ചെയ്തു അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊരു പോയമാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിച്ച് കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തിയെടുക്കുക. ഓക്കെ, താങ്ക് യു.